ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രോക്കും ഷോർട്സും ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിവിടെ 1.25 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. ഇത് മെയിൻ ക്ലോത്താണ്. വീതിയുള്ള തുണി ആയതുകൊണ്ട് 1.25 മീറ്റർ മതി. വീതി കുറവാണെങ്കിൽ 2.25 മീറ്ററിൻ്റെ അടുത്ത് വേണം കേട്ടോ. ഈ ഒരു ക്ലോത്താണ് ഞാൻ മെയിൻ ക്ലോത്തായിട്ട് എടുക്കുന്നത്. ഇത് കോട്ടൺ തുണിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. നിവർത്തി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വീതി നീളമൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ നീളത്തിലും വീതിയിലുള്ള തുണി വാങ്ങുകയാണെങ്കിൽ ഇത്ര തന്നെ എടുത്താൽ മതി. 21 ഇഞ്ച് വീതി വരുന്നുണ്ട്. ഇത് 2ആയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീതിയിൽ കിട്ടുന്ന തുണി വാങ്ങിയാൽ നിങ്ങൾക്ക് ഇത്ര തന്നെ എടുത്താൽ മതിയാവും തുണി. പിന്നെ ഇതാ കണ്ടോ, ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടാണുള്ളത്. ഇനി ഒന്നും കൂടി ഞാനിപ്പോൾ മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് ബോഡി പാർട്ടിലേക്കുള്ള തുണി കട്ട് ചെയ്യാനായിട്ട് 4ആയിട്ട് മടക്കി കൊടുക്കാം. 4ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ ബാക്കി വരുന്ന തുണി വള്ളിക്കോ എന്തിനെങ്കിലും വേണമെങ്കിൽ എടുക്കാം. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ ഒരു 11 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വീതി ഞാനിപ്പോൾ 2 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ബാക്കിൽ സിബ് വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നെക്ക് ഫ്രണ്ടിൽ നമുക്ക് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കും റൗണ്ടായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. 3 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം കൈക്കുഴി മാർക്ക് ചെയ്യുക. 4.5 ഇഞ്ച് വേണം കേട്ടോ കൈക്കുഴി മാർക്ക് ചെയ്യാൻ. ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചെസ്റ്റിൻ്റെ വീതി മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് ഞാനിവിടെ 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം. 5.5 ഇഞ്ച് വേസ്റ്റ് വിഡ്ത്ത് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് നെക്ക് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് സൈഡൊക്കെ കട്ട് ചെയ്യുക. സൈഡും കൈക്കുഴിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ 2ആയിട്ട് മടക്കുക. അതിനുശേഷം നെക്ക് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്ക് ബോഡി പാർട്ട് എടുക്കാം. ബാക്ക് ബോഡി പാർട്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ കട്ട് ചെയ്തത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 പീസുകൾ ആവശ്യമായിട്ടുണ്ട്. ആ 2 പീസുകൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ സൈഡിൽ ബാക്കിയുള്ള തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. 2.5 ഇഞ്ചാണ് കേട്ടോ ഞാനൊരു പീസിന് വീതി കൊടുക്കുന്നത്. അതുപോലെ 2 പീസുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളർ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കോട്ടൺ പീസാണ്. ചെറിയൊരു പീസേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് 2ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക. ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്ക് വരണം. അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നെക്കൊക്കെ കറക്റ്റായിട്ട് വരണം. ആ രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ നീളം എത്രയാണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് താഴത്തെ സൈഡിലേക്ക് ഒരു പീസ് വേണം. അതും എത്രയാണ് വേണ്ടതെന്ന് വേസ്റ്റ് സൈഡ് വെച്ചിട്ട് നോക്കുക. ഞാനൊരു 5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്.
അത് സ്റ്റിച്ചിങ് കൂടി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു 2 പീസുകൾ കട്ട് ചെയ്ത് എടുത്തു. ഇനി ബാക്കിയുള്ള തുണിയിൽ നിന്നും നമുക്ക് സ്കേർട്ട് പാർട്ടിന് ആവശ്യമായിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ ഫ്ലവറൊക്കെ എല്ലാ സൈഡിലും എല്ലാ സ്ഥലത്തും ഒരേ ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെങ്ങനെ ഒന്നും കൂടി മടക്കി കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 4ആയിട്ട് ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. 4ആയിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് 22 ഇഞ്ച് വീതി വരുന്നുണ്ട്. അതേപോലെ 22 ഇഞ്ച് മറ്റേ സൈഡിലും വരുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇപ്പോൾ കറക്റ്റായിട്ട് മടക്കി കൊടുത്തു. അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ കുറച്ച് പീസുകളുണ്ട് അവിടെ, അത് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ബോഡി പാർട്ടിൻ്റെ തുണി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2ആയിട്ട് മടക്കിയിട്ട് ഏറ്റവും മുകളിൽ വയ്ക്കുക. തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം വെച്ച് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ ലെങ്ത്ത് വരുന്നതെന്ന് നോക്കാം കേട്ടോ. 3.5 ഇഞ്ച് വരുന്നുണ്ട്. ആ 3.5 ഇഞ്ച് നമ്മളിതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വരണം. അതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 16 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് 16 ഇഞ്ച് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത്. ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അത് ഈ സൈഡിൽ കുറച്ച് പീസുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വള്ളിക്ക് വേണ്ടതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വള്ളിയുടെ ലെങ്ത്ത് 18 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. വള്ളിയുടെ വീതി നമുക്ക് ഒരു 3 ഇഞ്ച് എടുക്കാം. കുറച്ചും കൂടി വീതി കുറവോ കൂടുതലോ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. വള്ളിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇട്ട് തരാം. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള തുണി ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. 1.25 ഇഞ്ച് വീതിയിലായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ക്രോസ് പീസ് ഇതുപോലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ക്രോസ് പീസ് കട്ടിങ്ങിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയുള്ളത് 12 ഇഞ്ചാണ് കേട്ടോ. 12 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ വീതി 22 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഷോർട്ട്സും കൂടി തയ്ച്ചെടുക്കാം. അപ്പോൾ ഫ്രോക്കിന് മാച്ച് ആവുമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ 4ആയിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് അളവുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പിനും പിന്നെ എലാസ്റ്റിക് വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേണം അതിന് വേണ്ടിയിട്ട്. പിന്നെ ആദ്യം 1/2 ഇഞ്ച് മടക്കി അടിക്കാൻ വേണം. അതിനുശേഷം ഇലാസ്റ്റിക് 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അങ്ങനെ 1.5 ഇഞ്ച് ഏറ്റവും മുകളിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്താൽ അവിടെ നിന്നും താഴത്തേക്ക് സീറ്റ് ലെങ്ത്ത് ഞാനിപ്പോൾ 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതേപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു പീസും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ കുറച്ച് പീസ് എക്സ്ട്രാ ഉണ്ട്. ഇതിലിപ്പോൾ 2 പീസാണ് കേട്ടുള്ളത്. 2 പീസ് നമുക്ക് 4ആയിട്ട് മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നോക്കുവാണ്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ചെറിയൊരു ബോർഡർ പോലൊക്കെ ഉണ്ടാവും. നല്ല മോഡലായിട്ടുണ്ടാവും.
അപ്പോൾ 5.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് ഈ ഒരു മാർക്കിങ്ങിൽ നിന്നും ഇതുപോലെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, ജസ്റ്റ് ഞാനിതുപോലെ 4ആയിട്ട് മടക്കി നോക്കുകയാണ് കേട്ടോ, വീതിയൊക്കെ മതിയാവുമോ എന്ന്. അപ്പോൾ ഇത് 4ആയിട്ട് മടക്കി വെക്കുമ്പോൾ നമുക്ക് വീതി തികയില്ല. അപ്പോൾ 2 പീസും കൂടി നമുക്കിതിൽ ചേർത്ത് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എവിടെ വരെയാണ് കിട്ടുന്നത് അത് ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ടോട്ടൽ 6.5 ഇഞ്ച് വരുന്നുണ്ട് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ അതുപോലെ 4 പീസുകൾ വേണം. ഇതുപോലെ നമുക്ക് താഴത്തെ സൈഡ് ഷോർട്ട്സിൻ്റെ താഴത്തെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ലെങ്ത്ത് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. എക്സ്ട്രാ ഇതുപോലെ ചേർത്ത് കൊടുക്കണം എന്നില്ല. ഞാനിപ്പോൾ കുറച്ച് ലെങ്ത്ത് മുട്ടോളം വരുന്ന ഒരു രീതിയിലാണ് ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഷോർട്ട്സിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 പീസുകളുണ്ട്, അത് നമ്മൾ പിന്നെ ജോയിൻ ചെയ്ത് കൊടുക്കും. ഇത്രയുമാണ് ഈ ഒരു ഫ്രോക്കിനും ഷോർട്ട്സിനും വേണ്ടിയിട്ടുള്ള കട്ടിങ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൽ തന്നെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ടാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ചോദിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.